മാസപ്പടി കേസിൽ CMRL-ന് തിരിച്ചടി. ഇഡി അന്വേഷണം നിർത്തിവെക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. CMRL കമ്പനിയും ജീവനക്കാരും നൽകിയ ഹർജിയാണ് തള്ളിയത്. രേഷ്മ ബാബു ചേരുന്ന വാർത്തയുടെ വിവരങ്ങളുമായി. രേഷ്മ, വലിയ തിരിച്ചടി തന്നെയാണ് CMRL-ന് ഉണ്ടായിരിക്കുന്നത്. ഇഡി അന്വേഷണം വേണ്ട എന്നുള്ള നിലപാട് അല്ലെങ്കിൽ ആ ഹർജിയെ കോടതി തള്ളിയിരിക്കുകയാണ്. ഇനി ഏതു രീതിയിലുള്ള തുടരന്വേഷണമാകും ഉണ്ടാകുക? രോഹിണി, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ ഇനി ഇഡിയുടെ അന്വേഷണം തുടരാം. ഇഡിയുടെ അന്വേഷണം ചോദ്യം ചെയ്തുകൊണ്ട് CMRL കരിമണൽ കമ്പനിയായിട്ടുള്ള CMRL-ന്റെ ജീവനക്കാരും കമ്പനിയും നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. നേരത്തെ പ്രധാനമായിട്ടും CMRL ഉന്നയിച്ച ഒരു വാദമെന്ന് പറയുന്നത് ഇഡി ഉദ്യോഗസ്ഥരുടെ ഈ ഒരു നടപടി അത് വ്യക്തി സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. മാത്രമല്ല, മാസപ്പടി ഇടപാടിൽ SFIO അതായത് കേന്ദ്ര ഏജൻസി തന്നെയാണ് SFIO, അതിന്റെ അന്വേഷണം തുടരുന്നുണ്ട്. സമാന്തരമായിട്ട് ഇഡിയുടെ അന്വേഷണം തുടരുന്നത് തെറ്റായ ഒരു നടപടിയാണ്, നിയമവിരുദ്ധത ഉണ്ട് എന്നുള്ളതായിരുന്നു CMRL കമ്പനിയുടെ വാദം. പക്ഷെ ആ വാദങ്ങൾ ഹൈക്കോടതി അംഗീകരിച്ചില്ല. പകരം ഇഡിയുടെ വാദങ്ങൾ ഹൈക്കോടതി ശരിവെച്ചുകൊണ്ടാണ് CMRL കമ്പനിയുടെ ഹർജി തള്ളിയിരിക്കുന്നത്. ഇഡി ഹൈക്കോടതി അറിയിച്ചത് പലപ്പോഴും CMRL ജീവനക്കാരെ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ ഈ അനധികൃതമായിട്ടുള്ള ഇടപാടുകൾ സംബന്ധിച്ചുള്ള ചില വിശദാംശങ്ങളും വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഈ വീണയുടെ എക്സലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന കമ്പനിക്ക് CMRL നൽകിയ 1.72 കോടി രൂപയുടെ പണത്തിന്റെ ഉറവിടം കണ്ടെത്തേണ്ടതുണ്ട്. അതിൽ വിശദമായിട്ടുള്ള അന്വേഷണം വേണം. മാത്രമല്ല, CMRL ഉദ്യോഗസ്ഥരെ പലതവണ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ അനധികൃതമായിട്ട് രാഷ്ട്രീയക്കാർക്കടക്കം പണം നൽകിയതായിട്ട് വിവരം ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, വഞ്ചനാ കുറ്റം ഉൾപ്പെടെ ഇതിൽ നിലനിൽക്കും. ഇത് സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്തയച്ചിട്ടുണ്ട്. മാത്രവുമല്ല, നിലവിൽ കള്ളപ്പണ നിരോധന നിയമപ്രകാരമാണ് ഇഡിയുടെ അന്വേഷണം നടക്കുന്നത്. അതായത് CMRL-ഉം വീണയുടെ എക്സലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന കമ്പനിയും തമ്മിൽ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, അതിന്റെ പണം, അതിന്റെ ഉറവിടം എവിടെയാണ്, ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഇഡിയുടെ അന്വേഷണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ചട്ടപ്രകാരമുള്ള അന്വേഷണത്തിന് അനുവദിക്കണമെന്നുള്ളതായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആവശ്യം. ആ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചു. അതോടൊപ്പം തന്നെ ഈ അന്വേഷണം തടസ്സപ്പെടുത്തണം അല്ലെങ്കിൽ അന്വേഷണം റദ്ദാക്കണമെന്നുള്ള CMRL-ന്റെ ആവശ്യവും ഹർജിയും ഹൈക്കോടതി തള്ളുകയും ചെയ്തു. രോഹിണി, ശരി. രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.